നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വെള്ളൂർകുന്നത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ശാശ്വതമായ പരിഹാരം കാണാതെ അധികൃതർ. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. പ്രതിഷേധം ശക്തം. മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനം ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഹൈന്ദവ സമൂഹത്തിലെ വിവിധ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ക്രിമിറ്റോറിയം മാറ്റുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. മൂവാറ്റുപുഴയുടെ പുഴയോര വിനോദസഞ്ചാര പദ്ധതി തൂക്കുപാലത്തിന്റെ രണ്ടാമത്തെ തൂണിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്താൻ കാലതാമസം നേരിടുന്നതായും ആരോപണം. മൂവാറ്റുപുഴയിൽ വീടിന്റെ അടുക്കളയിൽ ഇരവിഴുങ്ങി കിടന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. അടുക്കളയിലെ അടുപ്പിനു സമീപം ഇരവിഴുങ്ങിയ നിലയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ സിൽവർ ജൂബിലി ആഘോഷം ബുധനാഴ്ച. നവീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനവും വീടിന്റെ താക്കോൽ ദാനവും ചടങ്ങിൽ നടത്തപ്പെടും. തിരഞ്ഞെടുപ്പ് ചൂടിന് പിന്നാലെ സിനിമാ ലൊക്കേഷനിലേക്ക് അരുൺ സംവിധാനം ചെയ്യുന്ന പാക്കപ്പ് പാർട്ടി ഒരുങ്ങുന്നു. സിനിമയുടെ പാക്കപ്പ് പാർട്ടിക്കിടെ നടക്കുന്ന സംഭവങ്ങളുടെ പ്രമേയത്തിലാണ് സിനിമ. വാർത്തകൾ വിശദമായി. വെള്ളൂർകുന്നത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വെള്ളം പാഴാകുന്നത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശാശ്വത പരിഹാരം കാണാതെ അധികൃതർ. വെള്ളൂർകുന്നം മുനിസിപ്പൽ സ്റ്റേഡിയം റോഡിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുന്നിലാണ് 3 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. മാസങ്ങളായി പൈപ്പ് പൊട്ടിക്കിടക്കുന്നതോടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. കാലപ്പഴക്കം ചെന്ന ഇരുമ്പ് പൈപ്പിൽ തുരുമ്പെടുത്തതിനെ തുടർന്നാണ് പൈപ്പ് തകർന്നത്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി പൊട്ടിയ പൈപ്പ് മാറ്റാതെ ട്യൂബ് ഉപയോഗിച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു പോവുകയായിരുന്നുവെന്ന് വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരൻ പറഞ്ഞു. പൈപ്പ് പൊട്ടിയിട്ട് 3 മാസത്തേക്കുള്ളായി. അത് ഇവിടുത്തെ കൗൺസിലറോ ആരൊക്കെ എനിക്ക് എല്ലാവരും പരിചയമില്ല. അവർ സാർ വന്ന് ഇവിടുന്ന് ഫോട്ടോ എടുത്ത് പോയിരുന്നു. അതിനുശേഷം അവർ ഓഫീസിൽ ആൾക്കാർ വന്ന് 2 ആൾ വന്ന് ഇരുമ്പ് പൈപ്പ് തുരുമ്പ് പിടിച്ചതായതുകൊണ്ട് അവർക്കത് എന്താ പറയുക കംപ്ലീറ്റ് ഇത് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അവർ താൽക്കാലികമായിട്ട് ട്യൂബൊക്കെ വെച്ച് കെട്ടി ഒട്ടിച്ച് പോയി. അപ്പോൾ അതിനിപ്പോൾ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അവരുടെ അനാസ്ഥയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് അടയ്ക്കാനും പറ്റില്ല, അല്ലെങ്കിൽ അത് ഒട്ടിച്ച് ശരിയാക്കാനും കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വന്നൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. നമുക്കും കടയിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോൾ പിള്ളേരൊക്കെ പുതിയ മോഡൽ ഡ്രസ്സൊക്കെ അല്ലേ, ഷാള് നിരത്തിട്ട് വലിക്കുക, ചെരുപ്പിടുമ്പോൾ ചവിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാറിന് എപ്പോഴും നോക്കിയാൽ കാണാം കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ട്. ദിനംപ്രതി വേനൽ രൂക്ഷമാകുന്നതോടെ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ക്രിമിറ്റോറിയം മാറ്റുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ പ്രചരണങ്ങളാണെന്നും യോഗം വിലയിരുത്തി. മൂവാറ്റുപുഴ നഗരസഭയുടെ ശ്മശാനവും ക്രിമറ്റോറിയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ഹൈന്ദവ സമൂഹത്തിലെ വിവിധ സംഘടനാ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ക്രിമിറ്റോറിയം മാറ്റുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും യോഗം വിലയിരുത്തി. നിലവിലുള്ള ക്രിമിറ്റോറിയത്തിൽ ആവശ്യമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി 2 ദിവസത്തേക്ക് മാത്രമാണ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലുള്ള ബർണറിനും അധിക ബ്ലോവർ സംവിധാനത്തിനും സൈക്ലോൺ അനുബന്ധ സംവിധാനങ്ങൾക്കുമായി 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഏകദേശം 1 കോടി രൂപ ചെലവിൽ പുതിയ ക്രിമിറ്റോറിയം നിർമ്മിക്കുന്ന പദ്ധതിയും നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നഗരസഭ കൃത്യമായും ഈ ക്രിമിറ്റോറിയത്തിന്റെ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നും ഏകദേശം 1 കോടി രൂപയുടെ പുതിയ പദ്ധതി അവിടെ കാലതാമസമില്ലാതെ കണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിട്ടുള്ള ടെക്നിക്കൽ സാങ്ഷൻ ഈ ഒരു ആഴ്ചയിൽ തന്നെ നമ്മൾ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ എഗ്രിമെന്റ് പൂർത്തിയാക്കി നടപടികൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അത് പൂർത്തിയാക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിമിറ്റോറിയത്തിലെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള
ചടങ്ങുകൾ ചെയ്യുവാനായിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു DPR ആണെന്നും ഞങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തുകയും അതിൽ ഒരൊത്തിരി സന്തോഷം പ്രകടിപ്പിക്കുകയും നഗരസഭയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്തു. ഈ സോഷ്യൽ മീഡിയയിലുള്ള പരാമർശങ്ങൾ ഒരു ഹൈന്ദവ സമുദായത്തിൻ്റെയും ഒത്താശയോടുകൂടി അല്ല എന്ന് അവരെല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാ സമുദായ സംഘടനകളുടെയും നേതാക്കൾ ഒരേ ശബ്ദത്തോടുകൂടി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യത്തിൽ നഗരസഭയുടെ പൂർണ്ണമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട്, നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിട്ട്, പണികൾ ആരംഭിക്കുവാനായിട്ട് നഗരസഭ മുമ്പിൽ തന്നെ ഉണ്ടാകും. 2 ബർണറുകൾ ഉൾപ്പെടെ ഹിന്ദു ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. റൈഡ്കോ സ്ഥാപനവുമായി വാർഷിക പരിപാലന കരാർ ഒപ്പുവയ്ക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. വ്യാജ പ്രചരണങ്ങളിൽ ഹൈന്ദവ സമൂഹത്തിന് യാതൊരു പങ്കുമില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. നഗരസഭയുടെ ആദ്യ പരിഗണനയിൽ തന്നെ പുതിയ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുമെന്നും കിഫ്ബി ഫണ്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത പി, ജിനു മടേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയുടെ പുഴയോര വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ 2ാമത്തെ തൂണിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. എന്നാൽ മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്താൻ കാലതാമസം നേരിടുന്നതായി ആരോപണം. മൂവാറ്റുപുഴയുടെ പുഴയോര വിനോദസഞ്ചാര വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നഗരത്തിലെ ഡ്രീംലാൻഡ് പാർക്കിൽ നിന്ന് തൊടുപടിയാടിന് കുറുകെ പേട്ടയിലേക്ക് നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലതാ പാർക്കിനോട് ചേർന്നും മണ്ണാങ്കടവിലുമാണ് തൂക്കുപാലത്തിനോടനുബന്ധിച്ചുള്ള തൂണുകൾ നിർമ്മിക്കുന്നത്. ഇവയിൽ ലതാ പാർക്കിനോട് ചേർന്നുള്ള തൂണിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇപ്പോൾ മണ്ണാങ്കടവിൽ നിർമ്മിക്കുന്ന തൂണിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചാണ് ലതാ പാർക്കിന് കുറുകെയുള്ള തൂക്കുപാലത്തിന്റെ നിർമ്മാണം 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് പുഴയോര വിനോദസഞ്ചാര വികസനത്തിനായി അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ചാണ് തൊടുപടിയാടിന് കുറുകെ പേട്ടയിലേക്ക് തൂക്കുപാലം നിർമ്മിക്കുന്നത്. എന്നാൽ മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്താൻ കാലതാമസം നേരിടുന്നതായും ആരോപണമുണ്ട്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പിന്നിട്ട ശേഷവും തൂണുകളുടെ നിർമ്മാണം പോലും പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ആരോപണമുയരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെയാണ് തൂക്കുപാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ 1 വർഷവും 2 മാസവും പിന്നിടുമ്പോൾ ഒരു തൂണിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 2ാമത്തെ തൂണിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് മൂവാറ്റുപുഴയുടെ ഈ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 ഘട്ടങ്ങളിലായി 13 കോടി രൂപയുടെ വിനോദസഞ്ചാര പദ്ധതിയാണ് മൂവാറ്റുപുഴ നഗരസഭ വിഭാവനം ചെയ്തിരിക്കുന്നത്. MCS Hospital, we take care of your health. മൂവാറ്റുപുഴയിൽ വീടിന്റെ അടുക്കളയിൽ ഇരവിഴങ്ങി കിടന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. അടുക്കളയിലെ അടുപ്പിന് സമീപം ഇരവിഴങ്ങിയ നിലയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. മൂവാറ്റുപുഴയിൽ വീടിന്റെ അടുക്കളയിൽ ഇരവിഴുങ്ങിക്കിടന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ വീട്ടുടമയുടെ മകളാണ് പാമ്പിനെ ആദ്യം കണ്ടത്. അടുക്കളയിലെ അടുപ്പിന് സമീപം ഇരവിഴുങ്ങിയ നിലയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ സേവി തോമസ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. മൂന്ന് ചെറിയ തവളകളെ പിന്നീട് പാമ്പ് കക്കി പുറത്തു കളഞ്ഞു. കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ച് പാമ്പിനെ വനപാലകർക്ക് കൈമാറും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷം ബുധനാഴ്ച. നവീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനവും വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടത്തപ്പെടും. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷം ബുധനാഴ്ച നടക്കും. നിർമ്മല നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് MP സിൽവർ ജൂബിലി ആഘോഷവും മാത്യു കുഴൽനാടൻ MLA നവീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ്, മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ്, ജനറൽ മാനേജർ പാട്രിക് M കല്ലട എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൂബിലി ആഘോഷിക്കുന്നത് മെയ് 2026 മെയ് 6 ബുധനാഴ്ച
ആണ് നടത്തുന്നത്. 2:30 PM കൂടി വിശുദ്ധ കുർബാനയോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. വിശുദ്ധ കുർബാന മഠത്തിൽ കടത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അതിനുശേഷം 4:00 നമ്മൾ പബ്ലിക് മീറ്റിംഗ് ആരംഭിക്കുന്നു. പബ്ലിക് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ MP ഡീൻ കുര്യാക്കോസ് സാറാണ്. മാത്യു കടനാഥൻ സാറിനെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അത് നവീകരിച്ച ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എംപ്ലോയീസിൻ്റെ നിർധനരായ 2 എംപ്ലോയീസിന് നമ്മൾ 2 ഭവനം നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ താക്കോൽദാന കർമ്മവും അതോടൊപ്പം നിർവഹിക്കുന്നുണ്ട്. 2 ആശുപത്രി ജീവനക്കാർക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടത്തപ്പെടും. കോളേജ് ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് മെഡിസിൻ വിദ്യാർത്ഥികളുടെയും ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും വിവിധ കലാപരിപാടികളും ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടും. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നതിന്റെ ആകാംക്ഷയോ സമ്മർദ്ദമോ ഇല്ലാതെ ആ സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി N. അരുൺ. നേരത്തെ മനസ്സിലുണ്ടായിരുന്ന സിനിമ പൂർത്തിയാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ ഇടവേളയാണെന്ന് അരുൺ പറയുന്നു. സ്ഥാനാർത്ഥിയായതോടെ CPI ജില്ലാ സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായി മറ്റൊരാൾക്ക് കൈമാറിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് തിരക്കുകളില്ലാതിരുന്ന സാഹചര്യത്തിലാണ് പാക്കപ്പ് പാർട്ടി എന്ന സിനിമയുടെ ജോലികൾ വേഗത്തിലാക്കിയത്. ടൈറ്റിൽ ലോഞ്ച് ഇന്നലെ നടന്നു. ഒരു സിനിമയുടെ പാക്കപ്പ് പാർട്ടിക്കിടെ നടക്കുന്ന ചില സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.